രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിക്കുമില്ലാത്ത വിവാദം എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്? ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുന്നതിൽ ആർക്കാണ് ഇത്ര പൊള്ളുന്നത്? മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിവാദമാക്കി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ നോക്കുന്ന BJP കോൺഗ്രസ് നേതാക്കൾക്ക് മുഖത്ത് പ്രഹരമായിരിക്കുകയാണ് സർക്കാരിന്റെ പുതിയ വാദം. വിദേശയാത്ര നടത്തിയ അന്നു മുതൽ ഖജനാവിൽ കൈയിട്ട് വാരിയെന്നും പാവങ്ങളുടെ നികുതി പണമാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് ഉപയോഗിച്ചതെന്നുമൊക്കെ പറഞ്ഞ് ഘോരം പ്രസംഗിച്ചവർ കേൾക്കാൻ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയത് സ്വന്തം ചിലവിലാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് സർക്കാർ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ ഔദ്യോഗിക ജോലികളൊന്നും തന്നെ ഇല്ലാത്ത സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഈ വിദേശയാത്ര. അത് ഇത്രയേറെ വിവാദമാക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് തുടക്കം മുതൽ സർക്കാർ ചോദിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ സർവശക്തിയോടെ മുന്നോട്ട് കുതിക്കുമ്പോൾ താഴെ ഇറക്കാൻ പഠിച്ച പണി 18 നോക്കുന്ന പ്രതിപക്ഷത്തിനും കയ്യിൽ കിട്ടിയ വാളായിരുന്നു മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര. എന്നാൽ അത് സ്വന്തം ചിലവിലാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. സർക്കാർ പുറത്തിറക്കിയ വിവരാവകാശ രേഖയിലാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സ്വന്തം ചിലവിലാണെന്ന് അറിയിച്ചിരിക്കുന്നത്. യാത്രയ്ക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കിയിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖ. സർക്കാർ ഉദ്യോഗസ്ഥരോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ മുഖ്യമന്ത്രിയെ അനുഗമിച്ചിട്ടില്ല. മാത്രമല്ല, മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസിന്റെയും KB ഗണേഷ് കുമാറിന്റെയും വിദേശയാത്രയും സ്വന്തം ചിലവിലാണെന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. 12 ദിവസങ്ങളിലായി ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലായിരുന്നു മുഖ്യമന്ത്രി യാത്ര ചെയ്തത്. മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും കൊച്ചുമകനും ഉണ്ടായിരുന്നു. വിദേശയാത്ര കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുമ്പോൾ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയത് ചർച്ചാ വിഷയമാക്കിയിരുന്നു പ്രതിപക്ഷങ്ങൾ. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സ്പോൺസർഷിപ്പാണെന്ന് ആരോപിച്ച കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. എന്നാൽ തികച്ചും വ്യക്തിപരമായ യാത്രയാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞ ദിവസത്തിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി കേരളത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. കേരളത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ തൊട്ടടുത്ത ദിവസം മന്ത്രിസഭായോഗം വിളിച്ചുകൂട്ടി. വിദേശയാത്ര വെട്ടിച്ചുരുക്കിയാണ് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് തിരിച്ചെത്തിയത്. പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാനായി മുഖ്യമന്ത്രി പെട്ടെന്ന് തിരിച്ചു വന്നതും ചർച്ചയാക്കി. ഇതൊന്നും ബാധിക്കാതെയാണ് മുഖ്യന്റെ മടങ്ങിവരവ്. പാർട്ടിയോടും അടുത്തുള്ളവരോടും മുഖ്യമന്ത്രി തന്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും വിദേശയാത്ര നടത്തുന്നത് സ്വന്തം ചിലവിലാണെന്നും തിരക്കുപിടിച്ച രാഷ്ട്രീയ ചുറ്റുപാടിൽ നിന്ന് ഒരു ഇടവേള ആരാണ് ആഗ്രഹിക്കാത്തതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്ക് വിദേശത്ത് സ്വകാര്യ സന്ദർശനത്തിന് പോകാൻ കേന്ദ്ര സർക്കാരിന്റെ സമ്മതം വേണം. പാർട്ടി അംഗമെന്ന നിലയ്ക്ക് പാർട്ടിയുടെയും സമ്മതം വാങ്ങണം. രണ്ടും വാങ്ങിയ ശേഷമാണ് അദ്ദേഹം പുറപ്പെട്ടത്. എന്നിട്ടും അത് വിവാദമാക്കുന്നത് മുഖ്യമന്ത്രിയെയും കുടുംബത്തിനെയും അപമാനിക്കാനാണെന്നും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വിദേശയാത്രയിലാണെങ്കിലും കേരളത്തിന്റെ എല്ലാ ചരടുകളും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കയ്യിൽ മുറുക്കിയാണ് യാത്രയായത്. എന്നിട്ടും ദിവസങ്ങൾ കഴിയും മുൻപേ തിരിച്ചു വന്നത് മുഖ്യമന്ത്രി എന്ന പ്രതിബദ്ധത മാത്രമല്ല, ജനങ്ങളോടുള്ള കടമ കൊണ്ട് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര പറഞ്ഞ് വിവാദമുണ്ടാക്കാൻ ഇനി സാധിക്കില്ലെന്ന് ഉറപ്പായിരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്ത് ചെയ്താലും അത് വിവാദമാക്കാൻ ഒരുങ്ങുന്നവർക്ക് തിരിച്ചേറ്റ കനത്ത പ്രഹരം കൂടിയാണിത്.